സേവാഭാരതി, വാടാനപ്പള്ളി കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, വാടാനപ്പള്ളി അമൃതം വൈദ്യശാല, വാടാനപ്പള്ളി ആസ്റ്റർ ലാബ് എന്നിവർ ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗണേശമംഗലം വെസ്റ്റ് സാന്ത്വനം നഗറിൽ നടന്ന ക്യാമ്പ് ചാവക്കാട് കേരള ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി പ്രസിഡന്റ് PR സജീവൻ അധ്യക്ഷനായി. രാഷ്ട്രീയ സ്വയം സേവക സംഘം വാടാനപ്പള്ളി മണ്ഡൽ കാര്യവാഹക് MS ജിനീഷ്, കൊച്ചി ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ PRO അമൽരാജ്, അമൃതം വൈദ്യശാലയിലെ ഡോക്ടർ ഹണിമോൾ, ആസ്റ്റർ ലാബ് മാർക്കറ്റിംഗ് മാനേജർ നീരജ്, KA രാഹുലൻ, CV സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. രക്തപരിശോധന, മരുന്ന് വിതരണം, നേത്രപരിശോധന എന്നിവയുണ്ടായി. സേവാഭാരതി ആരോഗ്യ വിഭാഗം കോർഡിനേറ്റർ KB ബിന്ദിക, AK ജിനേഷ്, ശിവരഞ്ജിനി സന്തോഷ്, VV ഹരിദാസ്, ദിനി സതീഷ് എന്നിവർ നേതൃത്വം നൽകി. മരണശേഷം കണ്ണുകൾ അഗ്നിക്കും മണ്ണിനുമല്ല, ജീവിച്ചിരിക്കുന്ന കാഴ്ചശക്തിയില്ലാത്ത മനുഷ്യർക്കുള്ളതാണ് എന്ന സന്ദേശം ഉൾക്കൊണ്ട് തൃശൂർ മെഡിക്കൽ കോളേജ് നേത്രബാങ്കിന് നൽകുന്നതിനുള്ള നേത്രദാന സമ്മതപത്രം 100-ൽ പരം പേർ നൽകുകയും ചെയ്തു. സഹായഹസ്തവുമായി ഓരോ മൂലകളിലും എത്തുക എന്നുള്ളത് ഒരു അടിസ്ഥാന തത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ നിത്യവും പത്രത്തിലൂടെ വായിച്ചറിയുകയും അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരിട്ടറിയുകയും ചെയ്തിട്ടുള്ള പല വിഷയങ്ങൾ. കോവിഡ് സമയത്ത് എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിരുന്ന നമ്മൾ ഒരു ചികിത്സ, എന്ത് ചികിത്സ, ഒരു ചുമ വന്നാലോ അല്ലെങ്കിൽ ജലദോഷം വന്നാലോ എന്ത് ചികിത്സ ചെയ്യണം എന്ന് വിഷമിക്കുന്ന ഒരു സമയത്ത് അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്നുള്ള നിലയിൽ ആയുഷ് 64 എന്ന് പറഞ്ഞൊരു മരുന്ന് ഇറക്കുകയും